ഖസാക്കിന്റെ ഇതിഹാസത്തിലൂടെ വീശിയടിച്ച കരിമ്പനക്കാറ്റ് മലയാള മനസ്സുകളിൽ വലിയ ഓളമായി സ്ഥിരപ്രതിഷ്ഠ നേടിയതാണ്. അങ്ങനെ ഒരു പ്രതാപകാലമുണ്ടായിരുന്നു പാലക്കാടിന്റെ മണ്ണിൽ കരിമ്പനകൾക്ക്. പഴങ്കഥകളിലെ യക്ഷികളുടെയും ഹൂറികളുടെയും താമസ സ്ഥലമായിരുന്ന ഉയർന്നുയർന്ന് തലയെടുപ്പുള്ള ഒരു ഗതകാലം. എന്നാൽ ഇന്ന് വംശമറ്റു പോകുന്ന ഈ മരങ്ങൾ പരിസ്ഥിതിക്ക് എത്രമാത്രം ആവശ്യമുള്ളതാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് രാജേഷ് നന്ദിയംകൊട് എന്ന പരിസ്ഥിതി പ്രവർത്തകൻ തന്റെ വേറിട്ട ഒരു യാത്രയിലൂടെ. മഴക്കാലത്ത് കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജേഷ് നന്ദിയംകൊട് നടത്തിവരുന്ന വിത്ത് യാത്ര ഈ മഴക്കാലം വന്നാൽ 10 വർഷം തികയുകയാണ്. വിത്ത് യാത്ര 10 കൊല്ലം മുന്നേ തുടങ്ങുമ്പോൾ ഈ വിധം തടസ്സമില്ലാതെ മുന്നോട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടേയില്ലായിരുന്നു രാജേഷ്. പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഇപ്പോൾ 10ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മഴക്കാലത്ത് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് തുടങ്ങി പറ്റും പോലെ മഴക്കാലം മുഴുവനുമായാണ് യാത്ര. കൂട്ടുകാർ, ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ, സ്കൂൾ കോളേജ് പരിസ്ഥിതി പ്രവർത്തകർ, എഴുത്തുകാർ, സിനിമാ നാടക പ്രവർത്തകർ, അധ്യാപകർ, മാധ്യമപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, തൊഴിലാളികൾ അങ്ങനെ സമൂഹത്തിലെ വിവിധ തുറയിലുള്ളവർ 10 വർഷമായി വിത്ത് യാത്രയ്ക്കൊപ്പം കൂട്ടുചേർന്നു. വിത്ത് യാത്രയുടെ തുടക്കകാലത്ത് എല്ലാവിധ വൃക്ഷങ്ങളുടെയും വിത്തുകൾ ചാക്കിലാക്കി പൊതുയിടത്തും വഴിവക്കിലുമൊക്കെ മണ്ണിളക്കി പാകുകയായിരുന്നുവെങ്കിൽ പിന്നെ അത് പാലക്കാടിന്റെ അടയാളമായ വംശമറ്റു പോകുന്ന കരിമ്പനകളെ തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ യജ്ഞമായി മാറുകയായിരുന്നു. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലായി 10,000-കണക്കിന് കരിമ്പന വിത്തുകൾ തോട്ടുവരമ്പത്തും പാടവരമ്പത്തും പുഴയോരത്തും സ്കൂൾ കോളേജ് മുറ്റങ്ങളിലും രാജേഷിന് പാകാൻ കഴിഞ്ഞു. മറ്റു മരങ്ങളെ പോലെയല്ല കരിമ്പന. 10 വിത്ത് പാകിയാൽ ഒന്നേ മുളയ്ക്കൂ. മുളച്ചാൽ ശൈശവദശ പിന്നിടാൻ 10 വർഷമെങ്കിലും എടുക്കും. കായ്ഫലം കിട്ടാൻ പിന്നെയും 10ഉം 15ഉം വർഷമെടുക്കും. ദൈർഘ്യം കൂടിയ ജീവിതചക്രമാണ് കരിമ്പനയ്ക്ക്. 300 വർഷമാണ് ആയുസ്. ഇന്ന് പാകുന്ന വിത്തുകൾ മുളച്ചാൽ അത് 4 തലമുറയ്ക്ക് കൂടി ഉള്ളതാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് രാജേഷ് ഓർമ്മിപ്പിക്കുന്നു. ഇക്കുറി വിത്തുയാത്രയിൽ മറ്റൊരു ക്യാമ്പയിൻ കൂടി പ്രവർത്തനത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ്. പുതുതലമുറയെ പരിസ്ഥിതി ബോധത്തിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യം. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലയിലെ സ്കൂൾ കോളേജ് അങ്കണത്തിൽ ഒരു കരിമ്പനയെങ്കിലും എന്നതാണ് ഈ ക്യാമ്പയിൻ. കലാലയങ്ങളിൽ കരിമ്പന എന്നതാണ് പദ്ധതിയുടെ പേര്. വിത്തുയാത്ര അതിന്റെ പുതിയ മാനങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പാകിയ കരിമ്പന വിത്തുകൾ മുളച്ച് ഇലവിരിഞ്ഞ് തോട്ടുവരമ്പത്തും വഴിയോരത്തും പുഴയോരത്തും അടയാളമായി വേരുപടരുന്നുണ്ട് എന്നത് വലിയ ഉറപ്പാണെന്ന് രാജേഷ് പറയുന്നു. ഈ കഴിഞ്ഞ 9 വർഷമായിട്ടും തുടങ്ങി വെച്ചിട്ടുള്ള വിത്ത് യാത്ര അതത് സ്ഥലങ്ങളിൽ നമ്മൾ വിത്ത് പാകുന്ന തോട്ടുവരമ്പത്തും പുഴയോരത്തൊക്കെ ആ ഒരു സ്ഥലത്തെ ക്ലബ്ബുകളും വായനശാലകളെ പ്രവർത്തകരും ക്ലബ്ബ് പ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെയാണ് നമ്മുടെ കൂടെ കൂട്ടുപോരാറ്. അത് തുടർച്ചയായിട്ട് ശരിക്കും വിത്ത് യാത്ര നമ്മളൊരു തോട്ടുവരമ്പത്ത് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മളൊരു 100 വിത്ത് പായിക്കഴിഞ്ഞാൽ അത് മുളയ്ക്കുന്നത് 10 വിത്തേ മുളയ്ക്കുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത കൊല്ലം വീണ്ടും മുളയ്ക്കാത്ത സ്ഥലങ്ങളിൽ വീണ്ടും വിത്ത് പാകണം. അതൊരു നിരന്തര ഒരു പ്രവൃത്തിയാണ്. ഒരു 4-5 കൊല്ലം ഒരു സ്ഥലത്ത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇതിലേക്ക് വരുള്ളൂ. നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അത് തുടർച്ചയായിട്ട് ഒരു സ്ഥലത്ത് ഒരു വർഷം വിത്ത് പാകി പോയാൽ പോരാ. അവിടെ തുടർച്ചയായിട്ട് 4-5 കൊല്ലം നമ്മൾ ചെയ്യുമ്പോഴാണ് കരിമ്പനകൾ വരിയായിട്ട് നിൽക്കാവുന്നൊരു സംഭവം ഉണ്ടാവുള്ളൂ. അത് നമുക്ക് കാണണമെങ്കിൽ തന്നെ 25-30 കൊല്ലം കഴിയണം നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി. ഈ വിത്ത് യാത്ര എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന രാജേഷ് നന്ദിയംകൊട് ചെയ്യുന്ന വിത്ത് യാത്രയാണെങ്കിലും അതിനത്രയും പേരുടെ ഒരു സപ്പോർട്ടും സഹായമുണ്ട്. ഓരോ അതത് സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രവർത്തകർ, കൂട്ടുകാർ അവരുടെ സപ്പോർട്ടിലാണ് വിത്ത് യാത്ര ഈ മുടക്കമില്ലാതെ ഈ 10ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത്രകാലം കൂടെ നിന്നിട്ടുള്ള ആ സുഹൃത്തുക്കളോടാണ് നമുക്ക് ഇതിന് നന്ദി പറയുന്നത്. വിത്ത് യാത്ര 10 കൊല്ലം നിൽക്കുന്നു എന്ന് പറയുന്നതിന് അത്രയും ഇത്രകാലം കൂടെ നിന്ന സുഹൃത്തുക്കളുടെ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.